വാനിലം വിളി വന്നു മടങ്ങി കാതിലേക്ക് പേരിൻ ധ്വനി തിങ്ങി മാതനി സ്തുതിയോതി വണങ്ങി പെരുന്നാളൊരുങ്ങി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇതാ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് എല്ലാവരും പള്ളിയിൽ പോയി വന്ന് ഞാൻ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഇഡ്ഡലിയും ചിക്കൻ കറിയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു മാസത്തോളം നോമ്പിന് ഒരു മാസത്തോളം ചിക്കനും മട്ടനും ബീഫും പിന്നെ അങ്ങനെയുള്ള ഹെവി ആയിരുന്നല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കിച്ചൺ കയറി. ഇപ്പം രാവിലെ എണീറ്റു, നേരത്തെ എണീറ്റു, സുബഹി ബാങ്കോട് എണീറ്റു. പിന്നെ ഇതാ മസാലയായി ബീഫ് ബിരിയാണിയും ചിക്കൻ വരട്ടാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബീഫ് മസാല റെഡിയായി. ബിരിയാണിക്കുള്ള ചോറിനുള്ള നെയ്ച്ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഒക്കെ കാണിച്ചു തരാം, പക്ഷെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ബിരിയാണീൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. പിന്നെ എപ്പോൾ വിട്ടിട്ട് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് എന്തായാലും പെരുന്നാളായിട്ട് എല്ലാവരും ഓരോ ഉറങ്ങുന്നവരുണ്ട്, പുറത്തു പോയവരുണ്ട്. ഇപ്പോൾ ചോറാകുമ്പോഴത്തേക്ക് എത്തും. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ആൾക്കൂട്ടമൊന്നും അധികം വലിയ ഗസ്റ്റൊന്നും ഇല്ല. ആരെങ്കിലും എത്തുന്നവർക്ക് കഴിക്കാം എന്നുള്ളത്. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം പറ. പിന്നെ മുളഞ്ചി ഇട്ടു. പെരുന്നാളിന് മുലഞ്ചിട്ടില്ലെങ്കിൽ എന്താ ഒരു സുഖം കിട്ടില്ല. അപ്പം ഞാൻ മൈലാഞ്ചി ഇന്നലെ ഇട്ടല്ല കേട്ടോ, മിനിയാന്നേ പോയിട്ട് ഇടിയിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ തിരക്കുണ്ടാവും, ഇന്നലെ നല്ല തിരക്കായിരിക്കും. അപ്പം അതുകൊണ്ട് മിനിയാന്ന് ഞാൻ എല്ലാം സെറ്റായി. അങ്ങനെയൊക്കെയാണ്. രാവിലെ കണ്ടല്ലോ ഇഡ്ഡലി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഹുസൈൻ വന്നിരുന്നു. ഹുസൈൻ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഹുസൈൻ പോയി റൂമിൽ. അവർ ഫ്രണ്ട്സുമാരെല്ലാം കൂടിയിട്ട് ഫുഡ് അവിടെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും എത്തിയാൽ ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നെയ്ച്ചോറിനുള്ള വെള്ളം തിളക്കാൻ വേണ്ടി ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ബീഫ് മസാല, ബിരിയാണിക്കുള്ള മസാല അവിടെ റെഡിയായി. ചോറ് അടുപ്പിൽ വെച്ച് ഇതാ വറ്റി. അതും ദമ്മ് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ അതൊന്ന് ദമ്മിട്ടിട്ട് സൈഡാക്കി വെക്കണം. പിന്നെ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ചിക്കന്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഞാൻ ചുക്ക ടൈപ്പ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. ഡ്രൈ ഫ്രൈ അല്ല, ഒരു കുറച്ച് ഓണിയനൊക്കെ ഇട്ടിട്ട് ചുക്ക ടൈപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടത്. അപ്പോൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ചുക്കയാണ് ഞാൻ ഈദിന് ഉണ്ടാക്കിയത്. പക്ഷേ ചിക്കൻ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ നിന്ന് മാറിപ്പോയി. കാരണം കുറച്ച് സമയം അവിടെ നിന്നല്ലോ. അപ്പോൾ ചിക്കൻ മുളക് പുരട്ടിയോ വെച്ചിട്ട് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആ ഫ്രൈയിൽ അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ മറ്റേ സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് അതൊരു ചുക്ക പോലെ ആക്കി എടുത്തു. പിന്നെ ഇതാ നമ്മൾ കഴിച്ചു കൂട്ടാ. അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജുമ ഉണ്ടല്ലോ. അപ്പോൾ ജുമ പോയിട്ട് വന്നിട്ട് തന്നെ അവർ എല്ലാവരും ഓരോരുത്തർ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ നല്ല ടയർഡായിരുന്നു. പിന്നെ മസൂമും അജിയും ബാവയും ഉണ്ടായിരുന്നു കേട്ടോ. അവരും ജുമ കഴിഞ്ഞിട്ട് വന്ന് അവർ ലാസ്റ്റാണ് എത്തിയത്. അപ്പോൾ അവരും ഭക്ഷണം കഴിച്ച് പിന്നെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്ത്. പിള്ളേർ 3 ആളും ചോറ് കഴിച്ചിട്ട് 3 ആൾ നല്ല ഉറക്കമാണ്. കാരണം അതിൻ്റെ മുമ്പത്തെ ദിവസം രാവിലെ നോമ്പെടുത്തിട്ട് 30ൻ്റെ നോമ്പ് എടുത്തിട്ട് അവർ ഒരു 10, 11 മണി 12 മണിക്ക് എണീറ്റതാണ്. പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല, പെരുന്നാളിൻ്റെ രാത്രി. പിന്നെ ജുമ ഉള്ളതുകൊണ്ട് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ജുമ കഴിഞ്ഞ് വന്ന് ചോറ് കഴിച്ചിട്ട് 3 പേര് നല്ല ഡീപ്പ് സ്ലീപ്പിലായിരുന്നു.
അങ്ങനെ അവർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ അജ്മാൽ പോയി ഹാഷിം ഖാനെയും ഫാമിലിയും കണ്ടു. സാബിറയും ഉണ്ടായിരുന്നു കേട്ടോ. സാബിറാനെ അവിടുന്ന് ഷാർജയിൽ പോകുന്ന വഴിക്ക് സാബിറയെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് ഇതൊക്കെ വിഷ് ചെയ്തിട്ട് ഇത് മുബാറക്കൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് വിഷ് ചെയ്തിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് തിരിച്ചു. വരുന്ന വഴിക്ക് ഷവർമൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. അങ്ങനെയൊക്കെ ചില്ലായിട്ട് ഇവിടെ ഞങ്ങൾ ദുബായിലോട്ട് തന്നെ തിരിച്ചു വിട്ടാ. അപ്പോൾ ഇതിൻ്റെ ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഉണ്ടാവുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. കളിച്ചിരിയും തമാശയും ട്രോളും ഒക്കെ ആയിട്ട് അങ്ങനെ ചില്ല് ചെയ്തിട്ട് ഞങ്ങളിതാ തിരിച്ച് ദുബായിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. വരുന്ന വഴിക്ക് സാബിറാനെ ഷാർജയിലോട്ട് തന്നെ ഇറക്കി. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ദഹ്ലാനും ജസീലയും പിന്നെ ഇസാക്കും കൂടിയിട്ട് ബർദുബായിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാനും മാസൂമും ബാബയും അജിയും കൂടിയിട്ട് അപ്പോൾ ഇക്ക ഇവിടെ ഇറങ്ങി. പിന്നെ മക്കൾ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ബർദുബായി പോകുമ്പോഴത്തേക്ക് അവിടെ ഹോട്ട് ക്ലബ്ബിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. അങ്ങനെ പിന്നെ ഡിന്നർ അവർക്കൊപ്പമാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സുമാരും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ജാസ്മിനും പിന്നെ ജാസ്മിൻ്റെ 2 ഫ്രണ്ട്സുമാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി സീബ്രയും ഫിഷ് ഗ്രില്ലും പിന്നെ ചിക്കൻ ചാർക്കോളും പിന്നെ നാനും പിന്നെ കുബു സമൂസ് ഓൾറെഡി അതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ കോംബോ. അങ്ങനെയൊക്കെയുള്ളതെന്ന് ഓർഡറൊക്കെ ചെയ്തു. സീബ്രയും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പറയത്തക്ക വലിയ രസമായിട്ട് എനിക്ക് അവിടുത്തെ ഫുഡ് തോന്നിയിട്ടില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. അത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ കഴിച്ചു പോവും. കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കഴിച്ചു. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം ആൾക്കൂട്ടം പാടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അങ്ങനെ ആരും പുറത്തിറങ്ങാണ്ട് അകത്തൊന്നും ഇരിക്കുന്നൊന്നുമില്ല. എല്ലാവരും പുറത്തിറങ്ങിയിട്ട് അവർ സാധാ നേരത്തെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും സാധാരണ ലൈഫിൽ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പേടിച്ചിട്ടകത്തൊന്നും ഇരിക്കുന്നില്ല. എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ പാർക്കിൽ പബ്ലിക് പ്ലേസിൽ ആൾക്കൂട്ടം പാടില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അലേർട്ട് വരുമ്പോൾ അകത്തിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒന്നും പബ്ലിക്കിൽ നമുക്ക് എടുക്കാനൊന്നും അനുവാദമില്ല. അങ്ങനെയെല്ലാം കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പാലിക്കണം. അത് പാലിച്ചിട്ട് പോകണം. നമ്മളെ ഫോണിൽ പോലും ഒന്നിൻ്റെ ഇവിടുത്തെ വാറിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ചെക്കിംഗ് ആണ്. അപ്പോൾ CID ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് അറസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സാധാരണ ജീവിതം തന്നെയാണ്. സാധാരണ സൂപ്പർ മാർക്കറ്റിലായാലും എവിടെയായാലും സാധാരണ ലൈഫ് നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നാട്ടിലുള്ളവർ ഈ ന്യൂസൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നല്ലോ, എല്ലാവരും മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. പഠിച്ചോൻ കാക്കട്ടെ. ഇനിയും നിങ്ങൾ ദ്വായിൽ ഉൾപ്പെടുത്തുക. എൻ്റെ ദ്വായിൽ നിങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ജസീലേക്ക് അവിടെ റസക്കൈമയിലാണ് കേട്ടോ ജോലി. അപ്പോൾ അവൾ പെരുന്നാളായിട്ട് ദഹ്ലാനും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാമല്ലോ, അങ്ങനെ ദൂരമൊന്നും നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പബ്ലിക് പ്ലേസിലും കൂടാൻ പാടില്ല, അതുപോലെ ബീച്ച് സൈഡിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമല്ലോ. നമ്മൾ നിൽക്കുന്ന രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ഫോളോ ചെയ്യണം, ആരായാലും ചെയ്യണം.
അതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങനെ ദൂരമൊന്നും പോയിട്ടില്ല ഈദായിട്ട്. ആ 3 ദിവസവും ഈ പ്രാവശ്യത്തെ ഈദ് പോലെ അന്ന് ഈദിൻ്റെ ദിവസം പോയിട്ട് വന്നല്ലാണ്ട് പിന്നെയുള്ള 2 ദിവസം ഉറങ്ങി തീർത്തു. ലീവാണെങ്കിൽ പോലും കുട്ടികളും നമ്മളും എല്ലാവരും ഉറങ്ങി തീർത്തു. കാരണം എവിടെ അങ്ങനെ ലോങ് ആയിട്ടൊന്നും പോയിട്ട് ചില്ലിയാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ടാണ്. എന്നാലും പോയവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെയും കുറച്ച് നേരം നിന്നിട്ട് സംസാരിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സമയമായി, ഒരു 1:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ കൂടെ ഉള്ള ജാസ്മിനും ഫ്രണ്ട്സും അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ, ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ വിശേഷങ്ങളെന്ന് ചോദിച്ച് ഇവരൊക്കെ വിസിറ്റ് മറ്റേ 2 ആളും, ജാസ്മിൻ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്, മറ്റ് 2 ആളും വിസിറ്റിങ്ങിന് ജോബ് തേടി വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പൊതുവായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് ഞങ്ങളും വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കഴിഞ്ഞ ഈദിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റുകളാണ് എൻ്റെ പോസിറ്റീവ്, എനിക്കൊരു പോസിറ്റീവ് എനർജി തരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണേ. എന്തായാലും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.